ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമെന്ന കിരീടം ഇന്ത്യക്കിനി എത്രനാൾ? നമ്മൾ വിചാരിച്ചതിലും വേഗത്തിൽ ഇന്ത്യയിലെ ജനസംഖ്യാ ഗ്രാഫ് തലകീഴായി മറിയാൻ പോവുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയിലെ ജനനനിരക്ക് ഭയപ്പെടുത്തുന്ന രീതിയിൽ താഴേക്ക് പതിച്ചിരിക്കുന്നു. ജനസംഖ്യ ഇതേപടി നിലനിർത്താൻ ആവശ്യമായ ആഗോള മാനദണ്ഡ പരിധികളും മറികടന്ന് ഇന്ത്യയിലെ ജനനനിരക്ക് വെറും 1.9 ചുരുങ്ങിക്കഴിഞ്ഞു എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് ജനസംഖ്യ കുറയാതെ നിലനിൽക്കണമെങ്കിൽ ഒരു സ്ത്രീക്ക് ശരാശരി 2.1 കുട്ടികൾ ഉണ്ടാകണമെന്നാണ് കണക്ക്. എന്നാൽ ഇന്ത്യ ഇപ്പോൾ ആ സുരക്ഷിത വലയത്തിന് പുറത്താണ്. 1950-ൽ ഒരു ഇന്ത്യൻ സ്ത്രീക്ക് ശരാശരി 6 കുട്ടികൾ ഉണ്ടായിരുന്ന സ്ഥാനത്താണ് ഇന്ന് ഈ വലിയ തകർച്ച ഉണ്ടായിരിക്കുന്നത്. വിദ്യാഭ്യാസ പുരോഗതി, ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണം, മാറിവരുന്ന ആധുനിക ജീവിത രീതികൾ എന്നിവയാണ് ജനനനിരക്ക് കുത്തനെ ഇടിയാൻ കാരണം. നിലവിൽ ഇന്ത്യയിൽ 145 കോടി ജനങ്ങൾ ഉണ്ടെങ്കിലും വരും ദശകങ്ങളിൽ ഈ വളർച്ചാ ഗ്രാഫ് തലകീഴായി മറിയുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. എന്നാൽ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും അവസ്ഥ ഇതല്ല. ബീഹാറിൽ 2.9, ഉത്തർപ്രദേശിൽ 2.6, മധ്യപ്രദേശിൽ 2.4 തുടങ്ങിയ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ജനസംഖ്യാ സ്ഥിരത പരിധിക്ക് മുകളിൽ ഇപ്പോഴും ജനനനിരക്കുള്ളത്. മറുവശത്ത് രാജ്യത്തിന്റെ തലസ്ഥാനമായ ഡൽഹിയിലാണ് ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയത്. തലസ്ഥാനത്ത് വെറും 1.2 മാത്രമാണ് ജനനനിരക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തൊട്ടുപിന്നാലെ നമ്മുടെ കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ ഇത് അപകടകരമായ രീതിയിൽ 1.3 താഴ്ന്നു കഴിഞ്ഞു. കർണാടകയിലും തെലുങ്കാനയിലും ഇത് 1.5 മാത്രമാണ്. ജനനനിരക്ക് ഇനിയും ഉയർന്നില്ലെങ്കിൽ ഭാവിയിൽ ഇന്ത്യ നേരിടാൻ പോകുന്നത് കടുത്ത പ്രതിസന്ധിയായിരിക്കും. നിലവിൽ ജപ്പാനും ചൈനയും നേരിടുന്ന അതേ അവസ്ഥയിലേക്ക് ഇന്ത്യയും നീങ്ങുകയാണ്. അതായത് രാജ്യത്ത് അധ്വാനിക്കാൻ ശേഷിയുള്ള യുവാക്കളുടെ എണ്ണം കുറയുകയും പ്രായമായവരുടെ എണ്ണം കുത്തനെ കൂടുകയും ചെയ്യും. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ പോലും ബാധിച്ചേക്കാം. വരും തലമുറകളിൽ ഇന്ത്യ ഒരു വയോജനങ്ങളുടെ നാടായി മാറുമോ എന്ന ചോദ്യമാണ് ഈ പുതിയ കണക്കുകൾ ഇപ്പോൾ ഉയർത്തുന്നത്.